എങ്ങനെയുണ്ട് എന്റെ വീട്? വാ. എന്താ പേടിച്ച് നിക്കണേ? വാ. കേട്ടോടി ലച്ചു, നിന്റെ അമ്മയ്ക്ക് വിശ്വാസം പറഞ്ഞില്ല. നമ്മളെ കേട്ടു അവിടെ. പിന്നെ ഇത് നമ്മുടെ വീടല്ലേ, അച്ഛന്റെ അമ്മയുടെയും ലച്ചുന്റെയും ചിന്നുന്റെയും വീട്. എന്താ വേണ്ടേ? എന്താ വേണ്ട നിങ്ങക്ക്? ഇവിടുന്ന് ആരാണാവോ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. ആരെ കാണണ്ടേ? എല്ലാരെയും കാണണം. എന്താ കാര്യം? കാര്യം ഉണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അതെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇത്തിരി വകതിരിവ് വേണം. നേരം വിളിക്കുമ്പോഴേക്കും പെണ്ണും പെടക്കോഴി. ഒരു 10 മണിയായിട്ട് വാ. അല്ല, കുട്ടിയുടെ പേരെന്താ? താനെന്തിനാ എന്റെ പേരറിയണേ? കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? ആ, എനിക്ക് അച്ഛനില്ല. ഓ, അമ്മയുടെ പേരോ? അമ്മയില്ല. കുട്ടി ഇവിടുത്തെ ആരാ? ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്താ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാണാവോ? ഞാനൊരു മനുഷ്യൻ. ഓ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചല്ലോ നായോ നരിയോ മറ്റോ ആണെന്ന്. ഇത് ഇവിടുന്ന് കുറ്റിയും കുറച്ച് വരണമാവോ? ആ, ഒരു മനുഷ്യനാന്നാ പറയണേ. ശ്രീധരൻ മാമ. എന്ത് ചതിയാടാ നായിന്റെ മോനെ നീ ചെയ്തത്? ശ്രീധരൻ മാമേ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കായിരുന്നില്ലടാ. വന്നൂലോ, മരിക്കണതിന് മുമ്പ് അവർക്കൊന്ന് കാണാൻ പറ്റൂലോ. അതും സാധിക്കുമെന്ന് അറിയില്ല. ഇന്നൊക്കെ 7 ദിവസമായി ഒരു വാക്ക് മിണ്ടിയിട്ട്, കണ്ണൊന്ന് തുറന്നിട്ട്. നിന്റെ അമ്മ ലക്ഷ്മി, നിന്റെ മോൻ വന്നു. അവനെ ഒന്ന് കാണണ്ടേ നിനക്ക്? അമ്മേ, ഞാൻ വന്നു. നിന്റെ രവിയാ. അമ്മേ, മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി മതി, അധികം ശല്യപ്പെടുത്തണ്ട. ഇത്തിരി ശല്യപ്പെട്ടോട്ടെ, സ്വന്തം മോനാ. ആരായാലും എനിക്കിന്റെ ഡ്യൂട്ടി ചെയ്യണം. ഹോം നേഴ്സാ. ആ രവി, ഇത് ആരൊക്കെയാ നോക്കി? സുനന്ദേ, കരയാതെ. ഞാൻ വന്നില്ലേടി? എന്നാലും 10-18 കൊല്ലായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ മറന്നുല്ലോ. രവിയേട്ടനെന്ന് സന്തോഷമായി. നീ എന്താ ഒന്നും വേണ്ടാത്ത? ഓർക്കുണ്ടോ രവിയേട്ടനെ? ഓ, ഭാര്യ മക്കളൊക്കെ ഉണ്ടോ ഏട്ടാ? അപ്പോ മറന്നിട്ടില്ല. എന്തിനിപ്പോ അങ്ങോട്ട് പോന്നെ? അച്ഛൻ മരിച്ചപ്പോ ഒന്ന് അറിയിക്കാൻ. അച്ഛന്റെ കാര്യം പോട്ടെ, അച്ഛൻ നിന്റെ ശത്രുവായിരുന്നല്ലോ. ഞങ്ങളോ പാവം അമ്മയെ പോലും മറന്നില്ലടാ നീ. കഴിഞ്ഞതൊക്കെ പോട്ടെ രാജേന്ദ്ര, വന്നൂലോ അവൻ. ലക്ഷ്മിക്ക് ഭാഗ്യമുണ്ട്. ഭാഗ്യം കണ്ടാ തിരിച്ചറിയുന്ന ആർക്കറിയാം. ആ, ഇനി എല്ലാവരും ദേവി ഇത് മുറി നിന്ന് പോണം. പേഷ്യന്റിന് വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. യൂറിൻ ഉണ്ടായിട്ടില്ല ഡോക്ടർ ഇതുവരെ. ഓ, ആ, ഇനി നിങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തേ. ഞാനല്ല. പിന്നെ ആരാണ്? സത്യം പറടാ. ഞാനല്ല, ഞാൻ മദ്യം കഴിക്കില്ല. നീ അല്ലാതെ ഇവിടെ പിന്നെ ആരാണ് എടുക്കുക? അവൻ തന്നെ അച്ഛാ. അയ്യോ, ഞാനല്ല, ഏട്ടനാ. മോണ പറയുന്നോടാ റാസ്കൽ. കൊല്ലം 7 ഒരസുഖം ഉണ്ടായിരുന്നില്ല.
പെട്ടെന്നായിരുന്നു. മരിക്കുമ്പോ നിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായില്ല, ലക്ഷ്മിക്കും മനസ്സിലായില്ല. നിന്നോട് കാണിച്ച ക്രൂരതകളൊക്കെ ക്ഷമിക്കണമെന്നായിരിക്കും. ആയിരിക്കില്ല, ശപിക്കുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു, ആളും പോയി. ആ ഫയൽമാനെ മനസ്സിലായോ? ശ്രീധര മാമ ഇന്ന് എത്ര നടന്നറിയോ? 5 കിലോമീറ്റർ. അയ്യോ, ഇങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ ആ നൂല് പോലും ആവൂലോ വക്കീലേ. BP കുറഞ്ഞു. ഓ, മറ്റവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആരെ? ഷുഗറേ. ഓ, പാവയ്ക്ക വിസരിക്കാൻ സമയായി. അല്ല, കക്ഷിയെ മനസ്സിലായില്ലല്ലോ. രവിക്ക് മനസ്സിലായില്ലേ കക്ഷി? സുനന്ദയുടെ ഭർത്താവല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? അത് തന്നെ കണ്ടറിഞ്ഞൂടെ? ഇത് തന്റെ രണ്ടാമത്തെ അളിയൻ രവീന്ദ്രനാഥൻ. ഓ, സുനന്ദ പറഞ്ഞിട്ടുണ്ട് നാട് വിട്ടുപോയ കക്ഷിയല്ലേ. കൊള്ളാം. എപ്പോ വന്നു? രാവിലെ. ഞാൻ 5:30 മണിക്ക് മോർണിംഗ് വാക്കിന് പോകും. ഡെയിലി നടക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക വിസരിക്കാൻ സമയമായി. സുനന്ദേ. വക്കീല, അഡ്വക്കേറ്റ് പാറശ്ശേരി കുട്ടികൃഷ്ണമേനോന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ ഒന്നാമനാ. പുലി എന്ന് വെച്ചാ പുലി, പക്ഷെ കാശിനാർത്തിയ. വാ തുറക്കണേ 100ന്റെ കെട്ട് മുന്നിൽ വെക്കണം. അദ്ദേഹത്തിന്റെ മൂത്ത മോനാ ഇത്, അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ. അച്ഛനെ പോലെയല്ല, കോടതിക്കകത്ത് ആണാണെങ്കിൽ വാ തുറക്കില്ല. എന്നാലോ ഈ ഓട്ടവും ഊണും പാവയ്ക്കാനീരും മിടുക്കനാ. എന്താ എല്ലാരും ഒഴിഞ്ഞു മാറി നിക്കണേ? ഡാ അർജുൻ, നിന്റെ അനിയത്തിമാരെ ചെറിയടാ, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയടാ. What's your name? ഹിന്ദിയിൽ ചോദിക്കടാ. Sujaji, he doesn't know Hindi, but he got big 0 in Hindi. Odi. എന്നാ കാപ്പി കുടിച്ചോ? കുടിച്ചോക്കെ. എന്താണ് ഹിന്ദിയില്? മലയാളം പറഞ്ഞാൽ മതി, മനസ്സിലാവും. മലയാളം അറിയോ? അയ്യോ, എങ്ങനെയാ പഠിച്ചേ? അവിടെയൊക്കെ മലയാളം ഉണ്ടോ? അച്ഛൻ പഠിപ്പിച്ചതാ. ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. കേട്ടോടാ, അങ്ങനെ കുട്ടികള്. അമ്മയ്ക്കറിയാം മലയാളം? ഉവ്വുമായി പറഞ്ഞാ മനസ്സിലാവും. അയ്യോ, വർത്താനം പറയാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്നു ഞാൻ. ഓ, സമാധാനായി. എന്താ എല്ലാരും ഇവിടെ? എടി സുജേ, ഇതുവരെ 2 ചായ എന്റെ റൂമിലേക്ക് തരാൻ പറ്റില്ല നിനക്ക്? പറ്റിയില്ല. അതെന്താന്നാ ചോദിച്ചേ? എനിക്ക് മനസ്സില്ല. ഞാൻ നിങ്ങളുടെ വേലക്കാരിയാ, എന്നെ ഭരിക്കണ്ട. ഞാൻ പിന്നെ നിന്നെ തൊഴണോ? ആസത്ത്, ഇതാരെ എവിടെ കൊണ്ടുവച്ചേ? ആരാത്? Devi uncle's wife and daughters. Which Ravi uncle? That I don't know. Mummy told me. കുറച്ച് ദിവസമായി വിരുന്നുകാർക്കൊരു കുറവുമില്ലല്ലോ. മണി, ഒരെണ്ണത്തിന് വിളിച്ച കേക്കില്ല. തിന്നു മുടിക്കാൻ എല്ലാരും ഉണ്ട്, ഒരാവശ്യത്തിന് ആരുമില്ല. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ പടങ്ങൾ കാണായിരുന്നു. ആരാ? ഹരി എവിടെ? അവൻ പല്ല് തേക്കണു. ഞാൻ വരുമ്പോ അവൻ ഭയങ്കര ഉറക്കം. പണ്ടേ ഉറക്കപ്രാന്തനാ. നിങ്ങൾ ആരാ? നീന, നിനക്ക് ആളെ മനസ്സിലായില്ലേ? രവിയേട്ടൻ. യോ ബ്രദർ. ആ, ഞാൻ പറയാറില്ലേ രവിയേട്ടന്റെ കാര്യങ്ങള്. പണ്ട് ഞാൻ എന്തൊക്കെ വികൃതി ഒപ്പിച്ചാലും അച്ഛൻ നടി രവിയേട്ടന്. ഇപ്പൊ പറയരുത് രവിയേട്ടൻ. മതി മതി, തുപ്പ്. ബ്രഷിങ് കഴിഞ്ഞിട്ട് മതി സംസാരം. എന്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു. കോഫി വേണ്ട. അപ്പോ പിന്നെ വരൂ. ഓ, ഞാൻ പിന്നെ വരാം. രവിയേട്ടൻ പോയോ? പോയി. ഇരിക്കാൻ പറയായിരുന്നില്ലേ? ഞാനൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു സംസാരിക്കണ്ടെന്ന്. ചെല്ല്, താഴെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. നീ കണ്ടോ? കണ്ടു. ആഹാ. വെള്ളപ്പൊക്കം ദുരിതം എന്നൊക്കെ പറഞ്ഞ് ഗുജറാത്തിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ ചില അഭയാർത്ഥികൾ വരാറില്ലേ? കണ്ടാ അതുപോലുണ്ട്. വെറുതെ ഒന്ന് ചിരിക്കാതെ എന്തെങ്കിലും ചോദിക്കാതേട്ടാ. അതിനെനിക്ക് ഇന്ത്യ അറിയണ്ട. രാധാകൃഷ്ണ, അന്വേഷിച്ച ഒരിടത്തും കാണില്ല. അല്ലെങ്കിൽ വേണ്ടടുത്തും വേണ്ടാത്തടത്തൊക്കെ ഉണ്ട്. ഒന്ന് ഒപ്പന ഫ്ലൈറ്റ്. നിനക്ക് തോന്നിയ സമയം എത്തിയാ മതിയോ? എന്ത് പറഞ്ഞാലും കുവ്. അല്ല, ഇതെന്താ ഇവിടെ ഒന്നിങ്ങനെ നിലത്തിരിക്കണേ? അന്തരായേ പർവാനേ. എന്താ? അകത്തേക്ക് വന്ന് ഇരിക്കാൻ പറയായിരുന്നു. ഇഷ്ടമുള്ള അടുത്തിരിക്കട്ടെ, വിരുന്നുകാരനല്ലോ. മോളിലൊരു മുറി ശരിയാക്കണ്ട്.
എന്തു പറ്റി? कुछ नहीं. പിന്നെന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷം.